ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് റൂം നമ്മൾ പാടെ ഒന്ന് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രോയിങ് റൂം. ഇതിനെയാണ് നമ്മളൊന്ന് മാറ്റം വരുത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ലുക്ക് നിങ്ങൾ കാണട്ടോ. അപ്പം ഞാനും ഇക്കായും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നതും പെയിൻ്റ് അടിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഞാനാണ് കേട്ടോ ഇതിന് മുൻകൈ എടുത്തിട്ട് ഇറങ്ങിയത്. പക്ഷേ പണി മൊത്തം എടുത്തത് ഇക്കായാണ്. ഞാനൊരു ഹെൽപ്പറായിട്ട് നിന്നേ ഉള്ളൂ. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഒന്ന് ഡ്രോയിങ് റൂം ഒന്ന് മാറ്റം വരുത്തണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അതിന് ഒന്ന് സമയം കിട്ടിയത്. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോയി കണ്ടിട്ട് വരൂ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പെയിൻ്റ് അടിക്കാനായിട്ട് ഫ്രണ്ടും മതിലും ഒക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നി. പക്ഷെ നമ്മളത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ റൂഫിനൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ മുകളിലൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ കളറൊന്ന് മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കളറായിട്ടാണ് മേടിച്ചത്. പക്ഷേ വീഡിയോയിൽ ബിസ്ക്കറ്റ് കളറായിട്ടല്ല കേട്ടോ കാണുന്നത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ ഭിത്തിക്കൊക്കെ പെയിൻ്റ് അടിക്കുന്നത്. ഫസ്റ്റ് ദിവസം മുകളിൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഭിത്തിയുടെ പെയിൻറ്റിങ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും. ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ ഒരു ഫ്രെയിം തൂക്കാനായിട്ടാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്തത്. ഇനി ഞാൻ 2 കോർണർ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കോർണർ സ്റ്റാൻഡ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് വയ്ക്കാം. അപ്പോൾ ഈ ചെടികളും പോട്ടൊക്കെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഞാൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൂടാതെ വാളിൽ 1-2 ഫ്രെയിം കൂടി തൂക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നത് തുണിയുടെ കർട്ടനായിരുന്നു. അത് മാറ്റിയിട്ട് പുതിയൊരു കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കർട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡ്രോയിങ് റൂമിന് വരുത്തിയ മാറ്റങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം, ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.